ഇവരുമായിട്ട് കൊളംബസിന് എന്താ ബന്ധം? കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത്. അല്ലേ, നമ്മുടെ സിനിമയിലെ കൊളംബസ് തന്നെയല്ലേ? കൊളംബസ് കോളാമ്പസ് എന്നാണോ അതോ കൊളംബസ് എന്നാണോ? ഞാൻ കൊളംബസ് എന്നാണ് അത് വായിച്ചത്. ഹാപ്പി ബർത്ത്ഡേ കൊളംബസ് എന്ന് പറഞ്ഞിട്ട് ഷൈൻ ചേട്ടന്റെ ബർത്ത്ഡേക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ അല്ലേ, എന്നിട്ട് പുള്ളിയുടെ ഫോട്ടോ വെച്ച് പുള്ളിയുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ പുള്ളി എല്ലാം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കലാണ്. വേറെ വഴിയാണല്ലേ പരിപാടിയുണ്ട്. അല്ല ഇത് ടോട്ടലി എന്താ പറഞ്ഞ ഒരു ഫൺ ഞാൻ കഥ പറയാനുള്ളത്. എന്നിട്ട് പറയണ ഡയറക്ടർ കഷ്ടപ്പെട്ട് എടുത്തല്ലേ, കഥ പറഞ്ഞാ മോശാവില്ലേ? അല്ല, എനിക്ക് കഥ അറിയില്ല. ഇല്ലേ, ഓക്കെ. ഡയറക്ടർ സാർ ഈ ഇതൊരു അടിപ്പടമാണോ ശരിക്കും? അങ്ങനല്ല, മറ്റെന്തോ ആക്ഷൻ പടം അങ്ങനത്തെ ഒന്നും അല്ല. വൈകുന്നേരം ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് അടിക്കും. നല്ല അടിയവനൊക്കെ ഇതിനങ്ങളപ്പുറം മറ്റവൻ. ഇവരൊക്കെ നല്ല അസ്രാണിക്കാരാണേ. എന്ത് അടിയോടെ നിങ്ങളൊക്കെ, ഞാനൊന്നും ഇങ്ങനെ അടിച്ചിട്ടില്ല. ടോക്കിംഗ് അബൌട്ട് ലിക്കർ. Okay, he That drinks. lady. No, he drink, that guy drink, everybody drink. What is the color of drink? അതുപോലും ഓർമ്മയില്ല. Real sadhu sitting there. You don't Yeah, drink, then no? she get the I also right don't meaning drink. of sadhu. I don't drink. You don't? I only smoke, no. Okay. Yeah, that very That's famous in honest. Kerala. Yeah. That's honest. Honest അല്ല, cigarette. No, that was honest of you to say it on camera. ഓണസ്റ്റ് ഒന്നുമില്ല. ഈ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ സിഗരറ്റിനെ പറ്റി അറിയണത്, കള്ളിനെ പറ്റി അല്ലേ? അതെ. സ്മോക്കിംഗ് ഈസ് ഇൻജുറീസ് ടു ഹെൽത്ത്. അതിനു മുന്നേ ഇവര് സിഗരറ്റ് വലിക്കണം നല്ലതാന്നാ പറഞ്ഞിരുന്നത്. ആരാ? നമ്മുടെ മാധ്യമങ്ങൾ തന്നെ. ആണോ? പരസ്യം കണ്ടിട്ടില്ല ഇതിന്റെ? മെയ്ഡ് ഫോർ ഈച്ച് അതർ വിൽസ്. ഇല്ല, കണ്ടിട്ടില്ല. ആണാവൂ ചാർമിനാർ വലിക്കൂ. കണ്ടിട്ടില്ലല്ലോ. ഏതാ വർഷം ജനിച്ച്? 98 ഡിസംബർ. 98 ഡിസംബറിലല്ലേ? ഇതൊക്കെ 83 കഥയാ. അങ്ങനെ ഒരു ചരിത്രം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയണത്. അപ്പൊ ഞാനില്ല. അപ്പൊ ഇല്ലാത്തതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കണമെന്നില്ലല്ലോ. ഉണ്ടാവായിരിക്കും. അപ്പൊ ഒരു നാട്ടില് ഇതൊക്കെ കൊണ്ടുവന്നത് ആരാ? ഈ ശീലങ്ങള്, കള്ളടിയും സിഗരറ്റ് വലിയും ഒക്കെ എന്തിലൂടെയാ കൊണ്ടുവന്നത്? കടയിലായിരിക്കും. പരസ്യം ചെയ്യണ്ടേ? അത് ഇന്നത്തെ മാധ്യമങ്ങളിലൂടെ തന്നെ. നമ്മളെ കുറ്റം പറയുന്ന, ചെറുപ്പക്കാരെ കുറ്റം പറയുന്ന മാധ്യമങ്ങളിലൂടെ. അത് ആരാണ് എന്താണെന്നൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം ആ പ്രശ്നത്തെ ചർച്ച ചെയ്യുന്നത്, പ്രശ്നക്കാരനല്ല. പോയി കണ്ടു പറയുന്നു. നമ്മുടെ മൂവി ശരിക്കും ചർച്ച ചെയ്യുന്നത് എന്തെങ്കിലും സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ. മൂവിയിൽ അഭിനയിക്കുന്നവരെ പറ്റി സാമകാലികമായിട്ട് ചർച്ച ചെയ്യാറുണ്ടല്ലോ. ഒരു ആവശ്യമില്ല. എന്താവശ്യം? അല്ല, നമുക്കൊരു എന്താ സ്നീക്ക് പീക്കോ അങ്ങനെ എന്തോ ഒരു സാധനം ഒരു 6 മാസം മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അതിനകത്ത് ഷൈൻ ചേട്ടന്റെ അടുത്ത് വന്ന് വൈചേട്ടൻ സംസാരിക്കുന്നത് ലഹരിക്കെതിരെ. അപ്പൊ ഈ ലഹരിക്കെതിരെയുള്ള ഒരു സിനിമയാണോ ശരിക്കും? ലഹരിക്കെതിരെയുള്ള സിനിമയാണ്. പക്ഷെ ലഹരി വിട്ടിട്ടാണ് കാശ് ഉണ്ടാക്കണമെന്ന് മാത്രം ആൾക്കാർ അല്ലേ? നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ കാശ് വരുന്നത് എങ്ങനെയാണ്? അറിയത്തില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. എന്നിട്ട് അതിന് കുറ്റം പറയുകയും ചെയ്യും. മദ്യം വിറ്റിട്ടാണ് കാശ് വരുന്നത്. അറിയില്ലേ? അറിയോ? പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടാ തന്നെ അറിയോ? എല്ലാ കൊല്ലവും കാണെങ്കിൽ അതിന്റെ ബഡ്ജറ്റ് ഇല്ലേ? അതെ. എന്നിട്ട് ഇവിടെ നമ്മുടെ നാട്ടില് പ്രത്യേകത എല്ലാം വിൽക്കാം, പക്ഷെ ഒന്നും വലിക്കാനും കുടിക്കാനും പാടില്ല. അത് മോശം. വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ അത് വാങ്ങി കുടിക്കില്ലേ? കുടിച്ചാലല്ലേ പിന്നെ കച്ചവടം നടക്കുള്ളൂ. എന്നാലല്ലേ നമ്മുടെ നാട്ടിൽ കാശ് കയറുള്ളൂ. വേറെ ഒരു കൃഷിയും കോപ്പൊന്നും ഇല്ല ഇവിടെ. ഇതൊക്കെ കൂടി അടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാവില്ലേ? ഇല്ലേ? ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ അടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാവില്ലേ നാട്ടില്? അല്ലെങ്കിലും ഉണ്ടായല്ലോ. അന്ന് മദ്യത്തിന് ഒരു പരിഗണന. മദ്യം കൂടി അതൊരു വെള്ളപ്പൊക്കമാണ്. അല്ല, ഞാൻ ഒരു കാര്യം പറ്റേ. നിങ്ങളുടെ ഫാൻസി കടയാ അല്ലെങ്കിൽ ഡ്രസ് കട എന്തെങ്കിലും തുറന്നോ? ഇല്ല. എന്താണ് അവിടെ കൊടുത്തിരുന്നത്? മദ്യം കൊടുത്തിരുന്നു കറക്റ്റ് ആയിട്ട്. കൊറോണ സമയത്ത്, വെള്ളപ്പൊക്ക സമയത്തൊക്കെ അല്ലേ? എന്റെ ഡ്രസ് കടയല്ലോ. അങ്ങനെയല്ല, അതിന് പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. നമ്മുടെ മദ്യത്തിനൊരു അവൈലബിൾ ആയിരുന്നു. പരിഗണന വെച്ച് കൊടുത്തിരുന്നു. എന്തുകൊണ്ട്? അന്ന് മദ്യം കിട്ടാനില്ലാത്തത് കൊണ്ട് അല്ലേ? ഇത് എന്ത് കൊച്ചാണ് മനസ്സിലാവില്ലല്ലോ. You got the point? no. എനിക്ക് രണ്ടുപേർക്കൊന്നും മനസ്സിലാവില്ല. Because of the liquor business, we are getting a lot of money. Okay. Not other things. In the corona times, there is special. So basically during corona all the shops were closed, but you, like with special days you used to get alcohol, so that was allowed. So he's telling everything was stopped, but still we used to get alcohol. So there was special market not market, what consideration for alcohol. Okay. Then people buy it and drink it, then it's bad.
they can sell actually. Okay. Actually ഡ്രഗ്സിൽ ഏറ്റവും മോശം ഡ്രഗാണ് ഡ്രിങ്ക്സ്. ആണോ? ആണാണോ പെണ്ണാണോ എനിക്കറിയില്ല. ഇതൊക്കെ അറിയണം കുറച്ച് എപ്പോഴെങ്കിലും. അല്ലാതെ അല്ല, ഞാൻ 3-4 മുകളിൽ നിന്ന് 2-ാം നിലയുടെ പുള്ളിലേക്ക് ചാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് കണ്ടല്ലോ എന്ത് കണ്ടു? ഇങ്ങനെ ടിവിയില്. അതിന്റെ ഒരു ഒറ്റ വിഷയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ഇപ്പോഴും വാദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ഈ ചാനലിൽ മൊത്തം കാണിച്ചു തരാം. ഞാൻ 3-ാം നിലയുടെ മുകളിൽ നിന്ന് 2-ാം നിലയുടെ പുള്ളിലേക്ക് ചാടുന്ന വിഷയം കാണിച്ചു തരാൻ പറ്റും. എന്തോ ഓടിപ്പോണ പോലത്തെ അതാ എന്തോ ഓടിപ്പോണ വിഷയം കണ്ടു. അതായത് ചാടി പുള്ളിലേക്ക് വരുന്ന വിഷയം കണ്ടിട്ടില്ലല്ലോ. ഓ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞ എന്താ? അങ്ങനെ നോണാ? അല്ല, മറ്റേ സ്ക്രോള് പോയത് വെച്ചിട്ട് നമുക്ക് പറയാം. സ്ക്രോള് പോകുന്നത് കാഴ്ചയല്ലല്ലോ. അല്ല. അങ്ങനെ എന്തൊക്കെ എഴുതി കാണിക്കും. CD തപ്പി കോയമ്പത്തൂരിൽ പോയി എന്നൊക്കെ എഴുതി കാണിക്കും. നമ്മൾ ഈ വാർത്ത കാണുമ്പോൾ അത് അങ്ങനെ എടുത്ത് മുഴുകേണ്ട കാര്യമില്ല. വാർത്തകളെല്ലാം സത്യമല്ല. അതെ, അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാ, ഓരോ വിഭാഗങ്ങളുടെ. അതും നമ്മൾ ചിന്തിച്ച് കണ്ടെത്തണം. എന്ത് സത്യം എന്താണെന്ന്. സത്യം എന്താണെന്ന് കണ്ടെത്താൻ എന്തായിരിക്കും, എത്രത്തോളം സത്യം ഉണ്ട്, എത്രത്തോളം നുണയുണ്ടെന്ന്. മനസ്സിലായോ? നമുക്ക് ഈ അടിനാശം വെള്ളപ്പൊക്കത്തിലോട്ട് അതിനെക്കുറിച്ച് പറയണേ. അതിന്റെ ഈ സ്നീക്ക് എന്താണ്? സ്നീക്ക് പീക്ക് എന്താണ് പറയുന്നത്? ലഹരി ഉപയോഗിക്കരുത്. ലഹരി ഉപയോഗിക്കരുത്. ഏറ്റവും വലിയ പോയിസൺസ് ആയാലേ, പോയിസൺസ് എന്താണെന്ന് അറിയോ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ചെറുപ്പം മുതലേ? ഷുഗർ ആൻഡ് സോൾട്ട് അല്ലേ? അത് സ്ലോ പോയിസൺ അല്ലേ പറയാ? അപ്പൊ അതെന്തിനാണ് അടിച്ചോണ്ടിരിക്കുന്നത്? ചെറിയ കുട്ടികളാകുമ്പോ എല്ലാത്തിനും ഷുഗർ. യുനോ കിഡ്സ്, ഉപ്പുമാവിലും ഷുഗർ, പഴത്തിലും ഷുഗർ. ഇത് പഠിപ്പിക്കുന്നത് ആരാ? വലിയ ആൾക്കാരല്ലേ? എല്ലാ കറിയിലും ഉപ്പ്. ഇത് രണ്ടും നിർത്താൻ പറ്റുമോ നമുക്ക്? ഇല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറേ പേര് പഞ്ചസാര ഇടാതെ പാല് ഒഴിക്കാതെയൊക്കെ ചായ കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉപ്പ് അപ്പുറത്ത് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കല്ലേ. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ഡോക്ടർമാരെന്താ പറയാ, ഇനിയിപ്പോ ഉപ്പും പഞ്ചസാരക്ക് കുറച്ചോട്ടാ. അത് നേരത്തെ പറഞ്ഞൂടെ? മോസ്റ്റ് ഓഫ് ദ ഡിസീസ് കം ഫ്രം ഓൺലി ഫുഡ് ഹാബിറ്റ്സ്. Yes. Yeah. True. Very true. അല്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു ട്രൂ പറഞ്ഞു ഒരാൾക്ക് മനസ്സിലായി. ഓക്കെ, നിങ്ങൾ ശരിക്കും ഒരുപാട് അടിക്കഥകൾ പറയുന്നുണ്ടോ ഇപ്പൊ ഇങ്ങനെയുള്ളൊരു കാര്യത്തെ പറ്റി? എന്താണ് ഈ അടിക്കഥകൾ? ഫൈറ്റ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് മാത്രമല്ലല്ലോ, പൊറോട്ട അടി അല്ലേ? അത് അടിയല്ലേ? അടിയാണ്. പിന്നെന്തൊക്കെ തരം അടികളുണ്ട്? വേറെ അടി ഏതാ? കുമ്മനടി. കുമ്മനടി എന്താണ്? അതിങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ വന്നിക്കണം അല്ലേ? അതാണ് കുമ്മനടി. Okay. Two people are taking photo. One other person coming and Okay. Without their permission. Okay. Photo bombing. Photo bombing. ബോംബിംഗ് എന്നാണ് അതിന് പറയാ. We call that photo bombing. ഓ, തമിഴില് ബോംബിംഗ്, മലയാളത്തില് കുമ്മനടി. ഓക്കെ, നമ്മൾ ഈ അടി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? വെള്ളടി. വെള്ളമടി. അടിനാശം, വെള്ളപ്പൊക്കം. ഓ ഓക്കെ.